പ്രതിഭാധനനായ ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയും സംഗീത മൊസാർട്ട് റഹ്മാനും കൊമ്പുകോർത്ത് പിണങ്ങിയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രസകരമായ ആ സന്ദർഭമാണ് GPS മീഡിയ ഇന്ന് പറയുന്നത്. ഐസ്ക്രീമിന്റെ മുകളിൽ ചെറുപ്പഴം വെച്ച പോലെ മൂർദാവിൽ ഒരു നുള്ള അഹങ്കാരവും കൊണ്ടു നടക്കുന്ന ആളാണ് സാക്ഷാൽ ഗിരീഷ് പുത്തഞ്ചേരി. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ സ്നേഹത്തോടെയും അഭിമാനത്തോടെയും ഇത് പറയാറുണ്ട്. ഒരു നിഷേധിയുടെ താൻ പോരുമയുടെ ഗരിമയാണ് ഗിരീഷ് പുത്തഞ്ചേരി. 5 വയസ്സ് മുതൽ കുമാരസംഭവം, രഘുവംശം, മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, പിന്നെ എഴുത്തച്ഛൻ, ചെറുശ്ശേരി, പി കുഞ്ഞിരാമൻ നായർ, അങ്ങനെ നീണ്ടുപോകുന്ന മഹാപ്രതിഭകളുടെ കൃതികളും കുറച്ച് ആയുർവേദവും അമ്മയിൽ നിന്ന് കർണാടക സംഗീതവും ഇതൊക്കെ ചേർന്നാൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ അടിത്തറയായി. ഇതുതന്നെയാണ് അദ്ദേഹത്തിന്റെ അഹങ്കാരവും. എഴുതുന്ന ഓരോ വരികളിലും തന്റെ പ്രതിഭയുടെ മുദ്ര പതിഞ്ഞിരിക്കണമെന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആരുടെ മുന്നിലും തലകുനിക്കാനും അദ്ദേഹം ഒരുക്കുമായിരുന്നില്ല. മൊത്തത്തിൽ കലഹപ്രിയനായ ഒരു സുഹൃത്ത്, അതാണ് ഗിരീഷ് പുത്തഞ്ചേരി. ഒരിക്കൽ ദിൽസ എന്ന ചിത്രത്തിലെ പാട്ട് എഴുതാൻ റഹ്മാനെ കാണാൻ വേണ്ടി ചെന്നൈയിൽ ചെന്നിട്ട് പുത്തഞ്ചേരി പിണങ്ങിപ്പോകുന്ന ഒരു സംഭവമുണ്ട്. അതിങ്ങനെയാണ്. 12 മണിക്ക് അപ്പോയിന്റ്മെന്റ് ലഭിച്ച് റഹ്മാന്റെ വീട്ടിലെത്തിയിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി. 3 മണിയായിട്ടും ആളെ കാണാനാകാത്തതിൽ പുത്തഞ്ചേരിക്ക് ദേഷ്യം വന്നു. അടുത്ത വണ്ടിക്ക് കോഴിക്കോട്ടേക്ക് മടങ്ങി. ദിൽസയുടെ സംവിധായകൻ മണിരത്നം വിളിച്ചിട്ടും പുത്തഞ്ചേരി വരാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ നമ്മുടെ സംവിധായകൻ പ്രിയദർശൻ സ്നേഹത്തോടെ ശാസിച്ച് വീണ്ടും അദ്ദേഹത്തെ ചെന്നൈയിൽ എത്തിക്കുകയായിരുന്നു. അന്ന് ഗിരീഷിനെ കണ്ടയുടനെ റഹ്മാൻ ചോദിച്ചു, എൻ്റെ പാട്ടുകൾ ഇഷ്ടമല്ലേ എന്ന്. ഒരു നിമിഷം പോലും മറുപടി നൽകാൻ ഗിരീഷ് വൈകിയില്ല. ഇല്ല എന്ന് പറഞ്ഞു. റഹ്മാൻ വീണ്ടും ചോദിച്ചു, എന്താ കാരണം എന്ന്. എനിക്ക് നിങ്ങളുടെ അച്ഛൻ്റെ RK ശേഖരൻ്റെ പാട്ടുകളാണ് ഇഷ്ടമെന്ന് ഗിരീഷ് പറഞ്ഞു. തുടർന്ന് ശേഖർ ചിട്ടപ്പെടുത്തിയ 9 ഗാനങ്ങൾ ഒറ്റയിരുപ്പിന് റഹ്മാനെ പാടിക്കേൽപ്പിച്ചു. ഏതൊരു മകനും അച്ഛൻ്റെ പാട്ടുകൾ കേട്ടാൽ സ്നേഹം തനിയെ വരും. അങ്ങനെ ആ പിണക്കവും പരിഭവവും വെണ്ണ പോലെ സംഗീതത്തിൽ അലിഞ്ഞില്ലാതായി. പിന്നീട് അവർ പെട്ടെന്ന് കൂട്ടായി. ആ കൂടിച്ചേരലിൽ നിന്നും പിറവിയെടുത്ത ഗാനമാണ് പുഞ്ചിരി തഞ്ചി കൊഞ്ചിക്കോ മുന്തിരി മുത്തൊളി ചിന്തിക്കോ എന്ന് തുടങ്ങുന്ന ജിയ ജലെ എന്ന ഗാനം. റഹ്മാന്റെ അച്ഛൻ RK ശേഖറിന്റെ ഗാനങ്ങൾ ആരെയാണ് മോഹിപ്പിക്കാത്തത്? ഒരു ഗാനം ഇപ്പോഴും നാവിലുണ്ട്. മനസ്സു മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി, മന്ത്രിക്കും മധുവിധുരാത്രി. മനസ്സു മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി, മന്ത്രിക്കും മധുവിധുരാത്രി.